ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്രോഗ്രാം പറയുമ്പോൾ എന്നോട് ആദ്യം ഒരാളുടെ പേരാണ് പറഞ്ഞത്. അജ്മൽ ഖാൻ ഉണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണം, കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാമെന്ന് എന്നോട് പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞായിരുന്നു അജ്മൽ ഇപ്പം എത്തും. അപ്പോൾ അജ്മൽ ഇപ്പം എത്തും. അജ്മലിൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് എന്നോട് പറഞ്ഞതു. ഒന്നും നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നേരെ നമ്മുടെ പ്രോഗ്രാമിലേക്ക്. എന്താണ് നമുക്ക് ഇപ്പം ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇതിന്റെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്നാണ് എനിക്ക് എന്നോട് പറഞ്ഞത്. അതെ, കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ആൾക്കാർ, ഞാൻ ദുബായിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആർക്ക് എനിക്ക് ആർക്ക് എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഇതൊക്കെ നമ്മളെന്താ വലിയ വലിയ ഈ ഐഫ സൈമയോ വലിയ വലിയ ഫംഗ്ഷനൊക്കെ അങ്ങനെ ഒരു മറ്റേ ഡിന്നർ ടേബിൾ ഫ്രണ്ടിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല. റിച്ച്. അപ്പൊ ആ സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതെ അതെ അതെ. സാധാരണ നമ്മുടെ പ്രോഗ്രാമുകൾ വളരെ ദാരിദ്ര്യം നിറഞ്ഞതാണല്ലോ സാധാരണ നമ്മൾ. അപ്പൊ അതൊന്ന് ചേഞ്ച് ആക്കാം. പാടത്തും പറമ്പത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ട് എത്രയോ ഇന്റർവ്യൂ അല്ലേ. അതിൽ നിന്ന് മാറി ദുബായിലെത്തിയപ്പോൾ നമ്മുടെ ഒരു നമ്മളെ രണ്ടുപേരുടെയും ഒരു സ്റ്റാൻഡേർഡ്, ഇവർ ഓൾറെഡി ദുബായിക്കാരാണല്ലോ. അല്ല, നമ്മൾ ദുബായിൽ വന്നല്ലോ. അതെ അതെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് മാറിയ പോലെ. ഇത് അറിഞ്ഞിരുന്ന ഞാൻ കുറച്ചൊരു നല്ല ഷർട്ടും ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നേനെ. ഇത്രയും പ്രതീക്ഷയില്ല സത്യം. അതല്ലേ. അല്ല, ധ്യാൻ ഇപ്പൊ എങ്ങനെ വന്നാലും ഓക്കെയാണ്. ധ്യാൻ എങ്ങനെ വന്നാലും ഓക്കെയാണ്. ധ്യാൻ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് പ്രോഗ്രാമിലേക്ക് എന്തായാലും തുടങ്ങാം. കഴിഞ്ഞ ദിവസമായിരുന്നു ധ്യാന്റെ ഏറ്റവും വലിയൊരു വീഡിയോ വൈറലായത് അല്ലേ? അല്ല, ഇതിന്റെ പ്രോഗ്രാം ധ്യാൻ ഇൻ അറേബ്യ ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അറേബ്യയിൽ എത്തിയ ധ്യാനാന്ന് അറിയാലോ. അല്ല അതല്ല ഞാൻ ചോദിച്ച ഇൻഫ്ലുവൻസേഴ്സ് ആണോ? അതെ, മിക്കവരും. തീർച്ചയായിട്ടും ആണോ? മിക്കവരും എല്ലാവരും അതാ. അതിൽ ഏറ്റവും വലിയ ആളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, ഫൈസൽക്ക. എന്തോ പറഞ്ഞേക്കെ നിങ്ങളെ പറ്റി. അല്ല, ഫൈസൽക്ക വേറെ എന്തോ ചിന്തയിൽ ഇടയ്ക്ക് പോയെന്ന് പറഞ്ഞു. അജ്മൽ ഖാൻ എത്തിയല്ലോ. മുട്ടാനുള്ള ആളും വന്നിട്ടുണ്ട്. അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് എന്നോട് വന്നത്. അജ്മൽ ഒരു ചെയർ ഫ്രണ്ടിലേക്ക്. അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ അജ്മൽ എന്നോട് പറഞ്ഞു എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന്. ഒരു ചെയർ എടുക്കുക അജ്മൽ. ഇവിടെ ഇരിക്കുന്ന അല്ലല്ല, കസേര ഇട്ട് നിലത്തിരിക്കാനല്ല. ഷാറല്ലേ. അപ്പം കളം ഓക്കെ ആയി. അല്ല, ഞാൻ ദുബായിലെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ നമ്മളൊരു സംവാദം എന്നൊക്കെയാണ് എന്നോട് ഇക്ക പറഞ്ഞത്. തീർച്ചയായിട്ടും തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിന് ചോദ്യങ്ങളുമായിട്ട് ഇവിടെ ആളുകൾ കുറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോർത്താം. ഓ ഫൈസൽ, നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കുകയാണ്? ഫൈസൽക്ക് ഇപ്പോഴും എന്താ ചോദിക്കാന്നുള്ളതാണ്. ഫൈസൽക്ക് എന്താ ചോദിക്കേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഫൈസൽക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഒന്നും. ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചാലോ? എന്നല്ലേ? തീർച്ചയായിട്ടും ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കാരണം നമ്മൾ ഇപ്പം പിന്നെ ധ്യാൻ്റെ ഇൻ്റർവ്യൂവിൽ എപ്പം പുള്ളീൻ്റെ ചെറുപ്പകാലത്തൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ആളാണ്. എന്തൊക്കെ ചെറുപ്പത്തിൽ കുരുത്തക്കേട് കളിച്ചാൽ എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ചോദ്യം, എത്രാമത്തെ വയസ്സിലാണ് പ്രണയിക്കാൻ തുടങ്ങിയത്? 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ? ഇല്ലല്ല, ഞാൻ ഒരു 1ാം ക്ലാസ്സിലൊക്കെയുള്ള സമയത്ത് ആദ്യത്തെ പ്രണയം. അല്ല, അതൊരു പ്രണയമാണോ നമുക്കറിയില്ലല്ലോ അന്നൊരു. അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്വിൻസായിരുന്നു. അപ്പോൾ ട്വിൻസ് ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരുത്തി ലീവാണെങ്കിലും മറ്റേ ആൾ ഉണ്ടാവും. പിന്നെ ഒരാൾ ഓക്കെ അല്ലെങ്കിലും മറ്റേ ആൾ ചിലപ്പോൾ ഓക്കെ ആവാൻ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരാൾ, രണ്ടാളും കാണാൻ ഒരേപോലെയാണല്ലോ. ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി എന്നുള്ളൊരു. ഞാൻ 4ാം ക്ലാസ്സിൽ പ്രേമിച്ചു. അപ്പോഴേക്ക് അച്ഛൻ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പഠനം മാറ്റിയപ്പോൾ ആ പ്രണയം അവിടെ പോയി മുറിഞ്ഞുപോയി. അതായിരുന്നു ആദ്യത്തെ പ്രണയം. ചോദിച്ചോണ്ട് ഓർമ്മ ഒന്ന് പുതുക്കിയത്. തൃപ്തിയായോ? തൃപ്തിയായി. ആ കുട്ടീൻ്റെ പേര് ഓർമ്മ ഉണ്ടോ? പേരുണ്ട്, നികിതയും നിഹാരികയും. ഒരാളെ പേര് അതാ നികിത എന്നിട്ട്. അത് ഉറപ്പാണ്. അപ്പം പേരും കിട്ടി. ഇനി ഫൈസൽക്കാക്ക് ഇനി ഇപ്പോൾ ആ കുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഇത് ഉണ്ടാക്കി പറഞ്ഞതേ ഞാൻ പറയുള്ളൂ. അല്ല, സത്യമായിട്ടും പേര് പറഞ്ഞ രണ്ടും തെറ്റാ, ഞാൻ വെറുതെ പറഞ്ഞ. അല്ല, അവിടെ ഫൈസൽക്ക ഒരെണ്ണം പിടിച്ച് അല്ലേ? അതെ, ഫൈസൽക്ക ഇങ്ങനെ എല്ലാവരോടും പ്രണയം ചോദിക്കുന്ന ഒരാള്. ഇവിടെ ഇന്നാള് ആദ്യം പ്രണയം വയ്ക്കുന്നത്. ഫൈസൽക്ക എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയണ്ടേ ഇനി ഇവിടെ? ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടുമോ? ഞാൻ
1ാം ക്ലാസ് എന്നല്ല, ജനിച്ച അന്ന് മുതലേ പ്രണയിച്ചുകൊണ്ടിരിക്കും. അതെ അല്ലേ? അപ്പം എന്താ അതിനൊരു ഉത്തരത്തിന് അല്ല, എനിക്ക് സന്തോഷമായി, സന്തോഷം. തൃപ്തനായി. അതെ അല്ലേ? അതെ. അലിനോട് ചോദിക്കട്ടെ, അലിക്ക് ഇപ്പം പ്രണയമുണ്ടോ? പിന്നെ ഇല്ലേ, ഉണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട് പ്രണയം. ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കല എൻ്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെ. അത് മോളുള്ളോണ്ടാ? ഇത് സത്യമാണ് പറയുന്നത് അല്ലേ? ഈ വീട്ടിലിരിക്കുന്ന വൈഫിനെ ഒഴിച്ച് വേറെ പ്രണയം ഉണ്ടെന്നാ ചോദിച്ചത്. പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാ ചോദിച്ചത്. ഉദ്ദേശിച്ചത് പ്രണയം എന്ന് വെച്ചാൽ ഏത് രീതിക്കും ആകല്ലോ അല്ലേ? അതെ അതെ. സ്നേഹം, സ്നേഹം, നല്ല സുഹൃത്ത്, അതെ ഇതാണല്ലോ. ഞാനും അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും